മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും സംസ്ഥാന സർക്കാരിന്റെയും CPM-ന്റെയും ഒളിച്ചുകളി ഇനി നടക്കില്ലെന്നാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും അക്കമിട്ട് നിരത്തുന്നത്. മാസപ്പടി വിഷയത്തിൽ തന്നെ നിരവധി ചോദ്യങ്ങളുണ്ട്. പലതിലും മുഖ്യമന്ത്രിയും മകളും ഒളിച്ചു കളിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട കേരളീയം നവകേരള സദസ്സ് അതിൽ കേരളീയത്തിൽ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നത്. കേരളീയത്തിൽ ഒളിച്ചുകളി തുടരുകയാണ് സർക്കാർ എന്നാണ് ആക്ഷേപം. സ്പോൺസർഷിപ്പ് കണക്കുകൾ ലഭ്യമായിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത്. നിയമസഭയിലും കേരളീയം പരിപാടിയുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ പുറത്തുവിടാതെ സംസ്ഥാന സർക്കാർ. പരിപാടിയുടെ നടത്തിപ്പിനെക്കുറിച്ച് വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി. മന്ത്രിമാരുടെ വാഹനങ്ങൾ നവകേരള സദസ്സിനു വേണ്ടി ഓടിയതിന്റെ കണക്കുകളും സംസ്ഥാന സർക്കാരിന്റെ പക്കലില്ല. ഒരാഴ്ചയോളം 4 വേദികളിലായി ആർഭാടത്തോടെ നടന്ന കേരളീയം സ്പോൺസർഷിപ്പിലാണ് നടത്തിയതെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞത്. പക്ഷേ പരിപാടിയുടെ കണക്കുകൾ ഇതുവരെയും പുറത്തുവിടാൻ സംസ്ഥാനം തയ്യാറായിട്ടില്ല. വിവരാവകാശ നിയമപ്രകാരം പല വകുപ്പുകളോടും കണക്കുകൾ ചോദിച്ചപ്പോഴും മറുപടി തൃപ്തികരമല്ലായിരുന്നുവെന്നാണ് മാധ്യമങ്ങളുടെ വിമർശനം. പിന്നാലെ പ്രതിപക്ഷ MLA-മാരുടെ ചോദ്യത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത് പരിപാടി വാഗ്ദാനം ചെയ്യപ്പെട്ട സ്പോൺസർഷിപ്പ് മുഴുവനായും ലഭ്യമായിട്ടില്ലെന്നാണ്. പരിപാടിക്ക് വേണ്ടി PRD ചെലവഴിച്ച കണക്കുകൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് മുന്നിൽ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞ സർക്കാർ പ്രഖ്യാപനം മറന്നമട്ടാണ്. ഏതായാലും കേരളീയം പരിപാടിയുടെ സ്പോൺസർഷിപ്പ് കണക്കുകൾ നിയമസഭയ്ക്കകത്തും പുറത്തുവിടാതെയാണ് സർക്കാരിന്റെ ഒളിച്ചുകളി എന്നാണ് പ്രധാന വിമർശനം. MLA-മാരുടെ ചോദ്യത്തിന് വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ലെന്ന് എത്രനാൾ മുഖ്യമന്ത്രി ഇങ്ങനെ മറുപടി പറയും? നവകേരള സദസ്സിൽ മന്ത്രിമാരുടെ വാഹനങ്ങൾ ഓടിയതിന്റെ ചെലവ് സംബന്ധിച്ചും കൃത്യമായ കണക്കുകൾ എന്ന് ലഭിക്കുമെന്നാണ് ചോദ്യം. എല്ലാം സ്പോൺസർഷിപ്പിലാണെന്ന് സർക്കാർ അവകാശപ്പെട്ട പരിപാടിയായിരുന്നു കേരളീയം. പക്ഷേ പരിപാടി കഴിഞ്ഞ് മാസം 3 സ്പോൺസർഷിപ്പിന്റെ കണക്കുകൾ മാത്രം ഒരിടത്തുമില്ല. മുൻപ് പലതവണ വിവരാവകാശ നിയമപ്രകാരം സ്പോൺസർഷിപ്പ് കണക്കുകൾ ചോദിച്ചിട്ടും ബന്ധപ്പെട്ട വകുപ്പുകൾ മറുപടി നൽകിയില്ലെന്നുള്ള മാധ്യമ റിപ്പോർട്ടുകൾ നേരത്തെ ചർച്ചയായിരുന്നു. ഏറ്റവും ഒടുവിൽ MLA PC വിഷ്ണുനാഥിന്റെയും അൻവർ സാദത്തിന്റെയും നിയമസഭയിലെ ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് പരിപാടിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്പോൺസർഷിപ്പ് മുഴുവനായും ലഭ്യമായിട്ടില്ല എന്നാണ്. പബ്ലിക് റിലേഷൻ വകുപ്പ് ചെലവഴിച്ച കണക്കുകൾ മാത്രമാണ് ഇതുവരെ പുറത്തു വന്നിട്ടുള്ളത്. പരിപാടി കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ കണക്കും ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുമെന്ന് പറഞ്ഞ സർക്കാർ ഇപ്പോൾ അത് മറന്നമട്ടാണ്. കേരളത്തിൽ മാത്രമല്ല നവകേരള സദസ്സിന്റെ ചെലവുകളിലും അവ്യക്തതയുണ്ട്. നവകേരള സദസ്സ് സമയത്ത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഔദ്യോഗിക വാഹനങ്ങളുടെ ഇന്ധന ചാർജും മെയിന്റനൻസ് ലോഗ് ബുക്കും ആവശ്യപ്പെട്ട് T സിദ്ദിഖിന്റെ ചോദ്യത്തിനാണ് ഒന്നിന്റെയും വിശദ വിവരങ്ങൾ ശേഖരിച്ചിട്ടില്ലെന്ന് മുഖ്യമന്ത്രി മറുപടി നൽകിയത്.